ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൻ്റെ മന്ത്രിമന്ദിരം തകർന്നു എന്നും ഒരു ക്യാബിനറ്റ് മന്ത്രി കൊല്ലപ്പെടുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് അലി ജാരിജാനിയെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവിടുന്നത്. ആ പുറത്തുവിട്ടതോടനുബന്ധിച്ച് ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്ഥിരീകരിച്ചതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അലി ലാരിജാനിയുടെ രക്തം വെറുതെ ആവില്ല, അതിൻ്റെ തിരിച്ചടി മാരകവും കനത്ത പ്രഹരത്തിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതോടുകൂടി തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയ തുടങ്ങി. ക്ലസ്റ്റർ ബോംബുകളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്നുള്ളതും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് നാശം വിതച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. 12-ലധികം മരണം നടന്നതായിരിക്കുന്ന റിപ്പോർട്ടോടുകൂടി 2 മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു. അപ്പോൾ തന്നെ അത്യാവശ്യം മരണങ്ങൾ നടന്നിരിക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ നടന്നത് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ഇസ്രായേലിനെ ചോരയിൽ മുക്കുമെന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ആകാശവും ഭൂമിയും തുല്യ രീതിയിൽ കാണുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ അവസ്ഥാ കാര്യങ്ങൾ. അവിടെയും ഇവിടെയും പുകപടലങ്ങളായിരിക്കും. അതിൽ നിന്ന് മനുഷ്യൻ ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായേലിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ സമുന്നതരായിരിക്കുന്ന നേതാവിനെ വകവരുത്തിയത് എന്ന് അദ്ദേഹം വൈകാരികമായിട്ട് പ്രതികരിച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് അലി ജാരിജാനിയെ ഇല്ലാതാക്കിയത് എന്നുള്ളത് തങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ കാര്യമല്ല. കാര്യം ഞങ്ങളും അവരുമൊക്കെ മരണം പ്രതീക്ഷിക്കുന്നവരാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാണ് ആഘാതങ്ങളും പ്രയാസങ്ങളും കൂടുതലുണ്ടാവുക. കാര്യം നിങ്ങൾ ജീവിതത്തോട് ആർത്തിയുള്ളവരും മരണം ആഗ്രഹിക്കാത്തവരുമാണ്. ഞങ്ങൾ നേരെ തിരിച്ചാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ രീതിയിൽ കരളലിയിപ്പിക്കുന്ന തരത്തിലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂട്ടപ്പാലായനം നടത്തുന്ന രീതിയിൽ ജെറുസലേം നഗരത്തിൻ്റെ ചുറ്റുഭാഗത്തേക്കും ശക്തമായിരിക്കുന്ന മിസൈൽ മഴ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ ഞെടുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഈ ജെറുസലേം നഗരത്തിൽ സംജാതമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ്. തെലവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അവിടെ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. കാര്യം 6-ലധികം ബിൽഡിങ്ങുകൾ നിലം പൊത്തിയിരിക്കുന്നു. ശക്തമായിരിക്കുന്ന മിസൈൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു പ്രാവശ്യം ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിലും അതിൻ്റെ തൊട്ട് പിറകെയായിട്ട് ഡസൻ കണക്കിന് മിസൈലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബോംബാകുന്ന സമയത്ത് ഒരു ബോംബിനെ മാത്രമേ ഒരു അയൺ ഡോമിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ. അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് 10-20 ഭാഗങ്ങളായിട്ട് ചെതറുന്ന സമയത്ത് ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പകരം കൃത്യമായ രീതിയിൽ ഭൂമിയിൽ വീണുകൊണ്ട് അത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിദേശകാര്യമന്ത്രി ഈ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കൊറം ഷഹർ 4 എന്ന് പറയുന്ന മിസൈലുകളെയും തങ്ങൾ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. അതിൻ്റെ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ലോകം പല ഘട്ടത്തിൽ കണ്ടതാണ്. ഒരിക്കൽ കൂടി അവർക്ക് കാണാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ്. ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പെരുമയ വർഷിക്കുന്ന തരത്തിലാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തി കുറഞ്ഞ മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ തൊട്ട് പിറകെ ഹൈപ്പർസോണിക് പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈൽ പരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഇറാൻ പ്രയോഗിക്കാറുള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചക്കിടയിൽ, അത് യുദ്ധം തുടങ്ങിയിട്ട് 3 ആഴ്ച, ഈ 3 ആഴ്ചക്കിടയിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ചെറിയ രീതിയിലുള്ള പ്രതീക്ഷയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഈ പ്രതിരോധ മന്ത്രിയോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയതാണ് എന്ന് പറയുന്നു. ഏറെക്കുറെ ഈ പ്രത്യാക്രമണം ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് കുറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് നേരെ മിസൈൽ വരുന്നത് വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം അവരുടെ കൈവശത്തിൽ നിന്ന് മിസൈൽ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അങ്ങനെയാണ് അവരുടെ നേതാവിനെ അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റ് മേഖലയിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട പരമാവധി മിസൈലുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നു. അവരുടെ പത്തായത്തിൽ
101 പത്തായത്തിൻ്റെ ഒരു കണക്ക് അതിൽ പറയുന്നുണ്ട്. അതിൽ ഏറെക്കുറെ 4 പത്തായം മാത്രമേ തുറന്നിട്ടുള്ളൂ. 100ഓളം പത്തായങ്ങൾ ഇനി തുറക്കാൻ വേണ്ടി ബാക്കിയാണ്. യുദ്ധം അതിൻ്റെ ആരംഭ ദിശയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മധ്യദിശയും അവസാന ദിശയുമുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലിനും അമേരിക്കക്കും തങ്ങളത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിൻ്റെ ഏത് ഭാഗങ്ങളിലും തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നും 2000 മുതൽ 2100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ പ്രയോഗിക്കാറുള്ളത്. 1950 കിലോമീറ്ററാണ് ഇറാനിൽ നിന്ന് കൃത്യമായ രീതിയിൽ തെല്ലവീവിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. അത് മൊത്തം ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ മൊത്തം ഇറാനിൽ നോക്കുന്ന സമയത്ത് 2000 കിലോമീറ്ററിന് താഴെയാണ്. എന്നാൽ 2100 കിലോമീറ്റർ മിസൈൽ ദൂരപരിധിയുള്ള മിസൈൽ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നതിനാൽ തങ്ങളുടെ മിസൈലിൻ്റെ പരിധിയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളതും നിങ്ങളുടെ സർവ്വ മേഖലയും വളരെ കൃത്യതയോടുകൂടി തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ഈ വിഷയമായിട്ട് തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ചൊക്കെ ഇതിൻ്റെ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങൾ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമിച്ചുകൊണ്ട് അത് അക്രമത്തോടനുബന്ധിച്ച് ബിൽഡിംഗ് തകരുന്നതും മൊസാദ് സെൻറ്ററുകൾ തകരുന്നതൊക്കെ നിങ്ങൾ അനുഭവിച്ചതാണ്. അത് കൃത്യതയോടുകൂടി തന്നെയാണ് ചെയ്തത്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഞങ്ങൾ സഹായിക്കുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാണുന്നില്ല. വളരെ കൃത്യതയോടുകൂടി സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് തങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു. രക്തത്തിന് രക്തം കൊണ്ട് പകരം വീട്ടുക എന്നുള്ളത് തങ്ങളുടെ രീതിയാണ്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മുജ്തബ കമാനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഇല്ലാ കഥകളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സത്യം പറഞ്ഞ് പഠിക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രി എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്താണ് കള്ളത്തരം പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? സത്യമായിട്ട് പറയാം, ലോകം അത് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ ഏത് രീതിയിൽ എനിക്ക് കള്ളപ്രചരണം നടത്തിയതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം 4 ടയർ അധികാര ശ്രേണി തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത് യുദ്ധം അവസാനിച്ചു എന്നോ കീഴ്പ്പെട്ടു എന്നോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നോ ഒരർത്ഥമില്ല. ഒരാൾ പോയാൽ അടുത്ത ആൾ പോയാൽ അടുത്ത ആൾ. ആ രീതിയിലാണ് ഇപ്പോഴത്തെ സംവിധാനം തങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്ന സൈനിക മേധാവിക്ക് പകരം IRGCയുടെ മുൻ കമാൻഡർ മുൻസ് റസ്സയെ ദേശീയ സുരക്ഷാ മേധാവിയായിട്ട് പകരം ഞങ്ങൾ കൊണ്ടുവന്നു. അത് തൊട്ടടുത്ത ഇതാണ് 4 ടയർ അധികാര ശ്രേണി വേണം എന്നുള്ളത് ആയത്തുള്ള അലി ഖംനായുടെ നിർദ്ദേശമായിരുന്നു. നമ്മൾ യുദ്ധമുഖത്താണ്. നമ്മുടെ ശത്രുക്കൾ ഭയങ്കരരും ഭയാനകമായിട്ട് ആക്രമണം നടത്തുന്നവരുമാണ്. ലോകത്ത് സമാധാനം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു കാലത്തും അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ ഒതുക്കേണ്ടത് നമ്മളാണ്. അതിനുള്ള സംവിധാന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സർക്കാരിനെ അവർ വധിച്ചേക്കാം, സൈനിക മേധാവികളെ വധിച്ചേക്കാം, രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിച്ചേക്കാം, സുപ്രീം കോടതി മജിസ്ട്രേറ്റിനെ വധിച്ചേക്കാം. നമ്മളുടെ രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള എല്ലാ സംവിധാന മേഖലയെയും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്ന വിഭാഗമാണ് നമ്മുടെ ശത്രുക്കൾ എന്നതിനാൽ അവരെ പ്രതിരോധിക്കാനുള്ള ശക്തമായിരിക്കുന്ന സംവിധാനം നമ്മൾ ഒരുക്കണം. അതാണ് ഈ പറയപ്പെട്ടത് 4 ടയർ അധികാര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരാൾ പോയാൽ അടുത്ത ആൾ. അപ്പോൾ ആയത്തുള്ള അലി ഖംനായി പോയ സമയത്ത് മുജ്തബ കംനായി അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഈ അലി ജാർലാനി പോയ സമയത്ത് ഈ മുൻസ് റസ്സ എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വന്നു. സ്വാഭാവികം. ഇനി അവർ പോവുകയാണെങ്കിൽ അടുത്ത ആൾ വരും. നമ്മളൊരു യുദ്ധമുഖത്ത് ഈ യുദ്ധം വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് മരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ആയത്തുള്ള അലി ഖംനയോട് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പോലും യുദ്ധത്തോടനുബന്ധിച്ച് റഷ്യ തങ്ങളുടെ രാജ്യത്തേക്ക് വന്നിട്ട് അവിടെ ചികിത്സ തേടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ യുദ്ധമുഖത്താണ്, എനിക്ക് ഈ രാജ്യം വിട്ടു വരാൻ വേണ്ടി പറ്റില്ല, ജനങ്ങളെ ഒറ്റപ്പെടുത്തി വരാൻ വേണ്ടി പറ്റില്ല, ഞാൻ യുദ്ധമുഖത്ത് നിൽക്കുന്നു. ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്, മരിക്കുകയാണെങ്കിൽ ഞാൻ ഷഹീദാവാൻ തയ്യാറാണ്. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്നാണ് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറുപടി. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മന്ദിരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രി മരണപ്പെടുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്തതായിരിക്കുന്ന വിവരം ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ചില പത്രങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച കാര്യങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് ഇനി അടുത്തത്. അതായത് മന്ത്രി മരണപ്പെട്ട് ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയ ആകാംക്ഷയൊക്കെ ഉണ്ട്. വളരെ കൃത്യതയോടുകൂടിയാണ് അവർ ആ മിസൈൽ പായിച്ചത്.
അവരുടെ കയ്യിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളുണ്ടായിരുന്നു. അത് ആ മേഖലയിൽ ആ സമയത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയോ അതല്ലെങ്കിൽ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാന കാര്യങ്ങളെക്കുറിച്ച് ആലോചനാ യോഗം നടക്കുകയോ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ മിസൈൽ പതിച്ചത് എന്നുകൂടി ഈ റിപ്പോർട്ടിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.